എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ അഥവാ കൊഞ്ച് കൊണ്ടുള്ള ഒരു വിഭവം ആണ് ട്രൈ ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് കുട്ടനാട്ടുകാരുടെ സ്പെഷ്യലായ കൊഞ്ച് തീയലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കൊഞ്ചും മുരിങ്ങയ്ക്കായും ഒക്കെ ചേർന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഈ തീയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തീയലാണിത്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൊഞ്ച് തീയൽ വെക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കണം. തേങ്ങ വറുത്തരച്ചെടുക്കുന്നതിന് ഞാനൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് ചിരകിയ തേങ്ങ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. അത് ചിരകിയപ്പോൾ 2 കപ്പ് ചിരകിയ തേങ്ങ കിട്ടും. അത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുകയാണ്. ഇതിന് മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ചിലവാകുകയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ ഞാൻ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി, കരിഞ്ഞു പോകരുത് ഈ പൊടികൾ ഇടുമ്പോൾ. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ ഇടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇനി ചെറിയ ഉള്ളി 15 എണ്ണം വൃത്തിയാക്കിയത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കൂടാതെ കുടംപുളി 3 കഷ്ണം വെള്ളത്തിലിട്ടത്, 4 പച്ചമുളക് 2ആയിട്ട് കീറിയത്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. തേങ്ങ വറുത്ത് വെച്ചിരുന്നത് ഞാനിവിടെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കൊഞ്ച് വൃത്തിയാക്കിയത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മറ്റ് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, അതുകൂടാതെ 2 മുരിങ്ങയ്ക്ക, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റാം. ഇതുവരെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് പാകം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഒരു 2 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുകയാണെങ്കിൽ ആ അരപ്പിൻ്റെ കളറ് നല്ല ബ്രൗൺ കളറായിട്ട് വരും. അരപ്പൂടെ ചേർത്ത് എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ആ കളറ് ശരിക്കും കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കളറിലുള്ള ഒരു തീയൽ റെഡിയായിട്ട് കിട്ടും. ഇത് ഈ രീതിയിൽ നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ അരപ്പൊക്കെ ഒന്ന് മിക്സിയിലുണ്ടായിരുന്നു, അതും കൂടെ കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ചൂടെ ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് നന്നായിട്ട് തിളച്ച് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഗ്രേവിയുടെ കളർ കുറച്ചുകൂടെ ബ്രൗൺ കളറാണ്. പക്ഷേ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഒരു റെഡ് കളറായിട്ടാണ് കാണുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇവിടെ അരപ്പൊക്കെ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ മുരിങ്ങയ്ക്കായും കൊഞ്ചും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ ഉപ്പും പാകത്തിനാണോ എന്ന് നോക്കണം. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാം പാകത്തിനാണ്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാം. കാരണം ഒരുപാടങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറി തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ടയായി പോകും. അതുകൊണ്ട് ഈ പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടനാടൻ സ്പെഷ്യൽ കൊഞ്ച് തീയൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.